ശ്രീ സുഭാഷ് ബാബു, ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചൊരു കാര്യം മുൻകാലം മുതലുള്ള 2008-2009 കാലം മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരികർമ്മിയായി തന്ത്രിയുടെ വിലാസത്തിൽ ശബരിമലയിലേക്ക് എത്തുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ വിശദീകരിച്ചു, ഇത് രണ്ട് വിഷയങ്ങളാണ്, രണ്ട് സെറ്റ് പ്രതികളുമായിരിക്കും ആകാം. പക്ഷേ 2017 കൊടിമര മാറ്റലും അതും സ്പോൺസർഷിപ്പ് വഴിയായിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. സ്പോൺസർമാർ വേറെയാണ് എന്നാൽ പോലും. അപ്പോൾ ഈ സ്പോൺസർഷിപ്പ്, സംഭാവന, അതുപോലെ വലിയ തോതിലുള്ള വഴിപാട് എന്നൊക്കെ പറഞ്ഞ് പല പുറത്തു നിന്നുള്ള, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശത്തു നിന്നുള്ള ആളുകൾ വരുന്നു. അതിൽ ചില ആളുകൾക്ക്, ശബരിമല സന്നിധാനത്ത് കാര്യങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ സ്പോൺസർമാരുമായുള്ള ബന്ധം, ഇതിനൊക്കെ ഒരു കോമൺ പാറ്റേൺ ഇല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളിപ്പം അഭിലാഷ ശബരിമലയ്ക്ക് വിശ്വാസിയാണോ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ എന്താന്ന് പറഞ്ഞാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്രീകോവിലിൽ അയ്യപ്പൻ്റെ നട, അത് കഴിഞ്ഞതിന് ശേഷം അവിടെ രണ്ട് പ്രത്യേക നടകൾ അവിടെ അതിൻ്റെ അടുത്തുണ്ട്. അത് ഏതാന്ന് പറഞ്ഞാൽ, ഒന്ന് തന്ത്രി നട, ഒന്ന് മേൽശാന്തി നട. ഈ തന്ത്രി നട, മേൽശാന്തി നട എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യപ്പന് നേദിക്കുന്ന പുഷ്പങ്ങളും അതേമാതിരിയുള്ള ഫലങ്ങളും അതേമാതിരി ആരെങ്കിലും ഭക്തന്മാർ അവിടെ കൊണ്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന വിലപിടിപ്പുള്ള ചില പ്രത്യേക സ്ഥലം, ഇപ്പം നമ്മുടെ ചന്ദനമാല, അങ്ങനെ പലതുണ്ട്. പിന്നെ നമ്മുടെ രുദ്രാക്ഷമാലകൾ, അത് വെള്ളി കെട്ടിയത്, സ്വർണം കെട്ടിയതൊക്കെ ആയിട്ടുള്ള ഉണ്ടാവും കുറേശ്ശെ. അപ്പോൾ അങ്ങനെയുള്ള സാധനമൊക്കെ ഈ അവിടുന്ന് ഈ ശാന്തിമാർ, അതായത് മേൽശാന്തിയും തന്ത്രിയൊക്കെ എടുത്ത് അവരുടെ മുറി കൊണ്ടുവച്ചതിന് ശേഷം ഈ ഭക്തരെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാതിരിയുള്ള പല ആളുകളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, ഇവിടുത്തെ ആളുകളെ ഒന്നും വലിയതായിട്ടൊന്നും അങ്ങനെ കളിപ്പിക്കാൻ പറ്റില്ല. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം അവരുടെ നെയ്യഭിഷേകത്തിന് അവിടുന്ന് തന്നെ ടിക്കറ്റ് പോലും ഇല്ലാണ്ട് ഇവരെ ഏൽപ്പിച്ച് ഇവരെ ആ ശ്രീകോവിലിനുള്ളിൽ കൊണ്ടുവന്ന് പൂജിച്ച് തിരിച്ചു കൊണ്ട് കൊടുക്കുക. അതിന് വലിയൊരു പൈസ വാങ്ങും. അതേപോലെ തന്നെ അവിടെ വന്നതിന് ശേഷം ഈ ആവണിപ്പലകയുടെ മോളിൽ കാല് വെച്ചിട്ടാണ് ഇവരവിടെ ഇരിക്കുക. അതിൻ്റെ മേളിൽ ഇവരെ തൊട്ട് നമസ്കരിച്ച് അവിടെ ഇവർക്ക് ദക്ഷിണ എന്ന് പറഞ്ഞ് വലിയ സംഖ്യകൾ അവിടെ വെച്ച് കൊടുക്കുന്ന ഒരു സർവ്വസാധാരണമാണ്. അപ്പോൾ അങ്ങനെ ഈ പണം അനധികൃതമായിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പൂജാരികൾ, പ്രധാനപ്പെട്ട പൂജാരികൾ രണ്ടും, ഇപ്പോൾ തന്ത്രി ആയാലും ശരി, മേൽശാന്തി ആയാലും ശരി, സഹപൂജാരിമാരും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു നടയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവിടെ വെച്ചിട്ട് ആ പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ഇതിനെ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത്. ആ സ്വാതന്ത്ര്യം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അവിടെ പല കാര്യങ്ങൾ, പല വ്യക്തികളുടെ സ്വാധീനവും, ദേവസ്വം ബോർഡിൻ്റെ സ്വാധീനവും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ അദ്ദേഹം ഹൈജാക്ക് ചെയ്യാൻ സാധിച്ചതും, ഇതൊക്കെ അവിടുന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മൗനാനുവാദം കൊടുത്ത് അംഗീകരിച്ച് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചത്. അവിടുത്തെ ജീവനക്കാരുമായിട്ടൊക്കെ അദ്ദേഹം വളരെ ബന്ധമാണ്. അദ്ദേഹം അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ സ്വീകരണ മുറികളിൽ തന്നെയാണ് അദ്ദേഹം തന്നെ നിവസിച്ചിരുന്നതെന്നൊക്കെ നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അവിടെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം 2-3 ഘടകങ്ങൾക്കാണ്. അത് അവിടുത്തെ പൂജാരി വിഭാഗത്തിനും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൽ ചിലർക്കും, അതായത് ഈ വരുന്ന പല ആളുകളെയും ദേവസ്വം ബോർഡിലേക്ക് പോലും ഇവരെ ആനയിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, വീട് വെച്ച് കൊടുക്കാനും മറ്റേ മാതിരിയുള്ള പല ആളുകളെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ തന്ത്രിയ മേൽശാന്തിയൊക്കെ ആഘോഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് ഈ അവരുടെ ഗൃഹങ്ങളിലും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിനേക്കാൾ ഉപരി അവരുടെ വ്യവസായ സംരംഭങ്ങളിലും ക്ഷേത്രങ്ങളിൽ പോലും പൂജ നടത്തി ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നതൊക്കെ ഇതാണ്. അതിന് മുഴുവൻ കമ്മീഷൻ അടിക്കുകയും അതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, എന്തായാലും ശരി, അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ട് ഇവരുടെ എല്ലാ ഇടയിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഒത്താശ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെയൊക്കെ ഈ ദുരുദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ അന്വേഷണ വിധേയമായതിൻ്റെ പ്രധാന പശ്ചാത്തലം അതാണ്. അപ്പോൾ അതിനകത്ത് ഇതേമാതിരിയുള്ള ഏതെങ്കിലും ശബരിമലയിലെ സ്വർണമോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് വസ്തുവകകളുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ അനധികൃതമായിട്ട് സമ്പാദ്യം ഈ തന്ത്രിക്കോ ഇനി മേൽശാന്തിക്കോ അത് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇതിന് ഉത്തരം പറയണം. അത് അന്വേഷിച്ച് അത് കണ്ടുപിടിക്കുമ്പോഴാണ് പ്രധാനം. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ, മോഷണം പോയ വസ്തുക്കൾ, ഈ ഉരുക്കിയ സ്വർണം, അതായത് 555 ഗ്രാം എടുത്തത് കൊണ്ട് അതൊന്നും ആയിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം.
അത് കോടതി തെളിയിക്കാൻ പറ്റുമാണ്. അതിന് തത്തുല്യമായത് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് കൊടുത്തത്. തത്തുല്യമായതെന്ന് പറയുമ്പോൾ തെളിവിൻ്റെ ഭാഗത്ത് വരുന്നില്ല. അത് നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ കോടതി സമ്മതിച്ചാൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾ ഈ ഗോവർദ്ധൻ ചെന്നിട്ട് എൻ്റെ സ്വർണം വെറുതെ എന്നെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് മറ്റു രീതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത് നമ്മളൊക്കെ പല കേസുകളിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തി ജ്വല്ലറിയുടെ അടുത്തൊന്നും ആ വ്യക്തികളിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന പല കോടതിയിലും അവർക്ക് ഈ തൊണ്ടി മുതൽ ഈ പരാതിക്കാരന് കൊടുക്കാതെ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത പല സംഭവങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിനെ യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെ പോയി, എങ്ങനെ പോയി, ആര് മുഖാന്തരം പോയി എന്നുള്ള രീതിയിൽ കണ്ടെടുക്കാൻ സാധിക്കാത്തിടത്തോളം കാലം കേസിൻ്റെ അന്വേഷണം ഒരു ഫലപ്രാപ്തിയിലെത്തിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് SITയെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടിയിരിക്കുന്നത്. അപ്പോൾ SIT പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം രജിസ്റ്റർ ചെയ്യപ്പെട്ട 2 കേസെങ്കിലും ഭംഗിയായിട്ട് അന്വേഷിച്ച് തീർക്കാനുള്ള ശുഷ്കാന്തിയാണ് ഇവർ കാണിക്കേണ്ടത്. അതിന് പകരമായിട്ട് പലയിടത്തോട്ടും അങ്ങോട്ട് പോയി കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇവിടെ എന്ന് പറഞ്ഞാൽ ആ 2 രജിസ്റ്റർ ചെയ്ത കേസ് എവിടെയെങ്കിലും എത്തിക്കണ്ടേ? ഇപ്പോൾ അതിപ്പോൾ അവർ പറഞ്ഞ 3 ദിവസം മുമ്പ് പറഞ്ഞിരിക്കുന്ന 10 ദിവസത്തിനുള്ളിൽ ചാർജ്, 10 ദിവസത്തിന് ചാർജ് കൊടുക്കണമെങ്കിൽ ഈ സാധനം വേണ്ടേ? പക്ഷേ അതിനൊരു നമുക്കൊരു എന്താ പറഞ്ഞാൽ ഒരു ഒഴുക്കൻ ചാർജ് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അത് കടുത്തതിന് ശേഷം പ്രാഥമിക കുറ്റപത്രം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ അത് തുടർന്ന് അന്വേഷിക്കാം. നമ്മൾ നിയമം അതിന് അനുവദിക്കുന്നുണ്ട്. അത് അവർക്ക് അന്വേഷിക്കാമെങ്കിൽ പോലും കുറ്റപത്രം എന്ന് പറയുമ്പോൾ ഒരെണ്ണം എഴുതി അവിടെ കൊടുക്കാം. ആ കിട്ടിയതനുസരിച്ചിട്ട് ഒരു കുറ്റപത്രം എഴുതി അവിടെ കൊടുക്കുക. അതിനിപ്പോൾ തുടരന്വേഷണം തന്നിട്ട് കൂടുതൽ പ്രതികളോ കൂടുതൽ തെളിവുകളോ കൂടുതൽ സാക്ഷികളോ കൂടുതൽ വസ്തുക്കളോ ഒക്കെ കണ്ടെടുക്കുകയാണെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ് ചാർജ് മാറ്റി കൊടുക്കുകയോ അഡീഷണൽ ചാർജ് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ എന്നാൽ തന്നെയും അതിനു മുമ്പ് ഏറ്റവും പ്രസക്തമായ ഇതൊരു ട്രയലിലേക്ക് പോകണമെങ്കിൽ ഈ അവിടുന്ന് മോഷണം പോയ വസ്തുക്കളുടെ തനതായ വസ്തുക്കൾ കണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി തന്നെ കഴിഞ്ഞ ദിവസം അവർ ഓർഡറിലും അവർ ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത് നമ്മൾ കേട്ടു. അപ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്ത ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. SIT ഇന്ന് നാളെ തീർന്നാലും പിന്നെയും ബാക്കിയുള്ള കേസുകളൊക്കെ അന്വേഷിക്കാം. അവിടെ അഴിമതി ഉണ്ടെന്നുള്ളൊരു സംശയമൊന്നുമില്ല. കാരണം നമ്മളൊക്കെ അവിടെ ഡ്യൂട്ടിക്ക് പോകുന്ന അവസരത്തിൽ നമുക്ക് പണ്ട് മുതലേ അറിയാം അവിടെ മുഴുവൻ അഴിമതി ഒരു സങ്കേതമാണെന്നുള്ളത്. ഏത് കാര്യങ്ങൾക്കും അവിടെ റൂം കൊടുക്കുന്നതും വഴിപാട് നടത്തുന്നതിലും ഈ അഴിമതി എങ്ങനെ പരിഹരിക്കും അല്ലെങ്കിൽ എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വിവാദം കത്തി നിൽക്കുകയാണ് ആടിയ നെയ്യ് ക്രമക്കേട് നടത്തി 30-35 ലക്ഷം രൂപ തട്ടിച്ചത്. ഇത്രയും വിവാദം നിൽക്കുന്നതിനിടയ്ക്ക് അഴിമതിയാണെങ്കിൽ പിന്നെ അല്ലാത്ത സമയത്ത് പറയേണ്ട കാര്യമില്ല.